പവിത്രത്തിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിയെ പതിയെ വിക്രം വേദയെ സ്നേഹിക്കാൻ തുടങ്ങുവാണ്. വേദയുടെ ഓരോ കുസൃതികളും വിക്രമിന് ഒരുപാട് ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും വേദ വിക്രമിൽ നിന്ന് ഒരുപാട് അകലാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വിക്രമിന്റെ ഓരോ പ്രവൃത്തിയും വേദയ്ക്ക് തീരെ ഇഷ്ടപ്പെടാതെ വരുവാണ്. കാരണം ഈ ഗുണ്ടാ പണി തന്നെയാണ്. വേദ റൂമിലിരുന്ന് ബുക്ക് വായിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ആളിത്തിരി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, എന്തു പറ്റി? എന്റെ ദേഷ്യവും ദേഷ്യക്കേടൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്? നല്ലൊരു ജോലി കണ്ടെത്തണം, അതിനായിട്ട് പഠിപ്പ് വീണ്ടും തുടരാനായിട്ട് ഞാൻ പറഞ്ഞോ? അപ്പൊ എന്താ പറഞ്ഞത്? ഓ, എന്റെ വാക്കിനല്ലെങ്കിലും ഒരു വിലയും തരുന്നില്ലല്ലോ. അതല്ല വേദേ, എനിക്ക് പഠിപ്പ് തുടരാനായിട്ട് തീരെ താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്തേ? നല്ല പോലെ പഠിച്ചിരുന്ന ആളാ. പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നല്ല നിലയിലെത്തിയനെ. ഇഷ്ടപ്പെട്ട ജോലി വാങ്ങിക്കാൻ പറ്റുമെന്ന് വിക്രമിന് ഇപ്പോഴും ഉറപ്പുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാ പഠിക്കാൻ പറ്റാത്തേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും പറയൂന്ന് കരുതിയിട്ടാണോ വിക്രം ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല വേദേ, അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല. എന്നാലേ ഇയാൾ എൻ്റെ അടുത്ത് മിണ്ടാനും വരണ്ട. അങ്ങനെ പറയല്ലേ. നിന്നോട് മിണ്ടിയില്ലെങ്കിലേ ഇപ്പൊ എനിക്കൊരു സമാധാനമില്ല. നിന്റെ ഈ കലപില സൗണ്ട് കേട്ടില്ലേ, എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം പോലും വരാത്ത അവസ്ഥയാ. ഞാൻ പറഞ്ഞ കാര്യത്തിന്ന് നീ വെറുതെ വഴുതി മാറാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാ. നീ ഒരു ജോലിയൊക്കെ കണ്ടെത്തി നല്ല നിലയ്ക്ക് പോകുമ്പോ അത് കാണുമ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും എത്രമാത്രം സന്തോഷാവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, നിന്റെ അച്ഛന് നിന്നോട് എന്തുകൊണ്ടാ ഇത്രയും ദേഷ്യവും വാശിയൊക്കെ എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? നിന്നിൽ അച്ഛന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ നീ തല്ലിക്കെടുത്തിയപ്പോഴാ അച്ഛന് നിന്നോട് ദേഷ്യം വന്നത്. അത് അച്ഛൻ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാ ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞതാണെന്നറിയോ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ടും എന്നെ കുറ്റവാളിയാക്കിയത് അച്ഛൻ തന്നെയാ. അതൊന്നും ഞാൻ മറക്കില്ല. അപ്പോഴും ഈ ശ്രീനി സാറ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ രക്ഷയ്ക്കായിട്ട്. അപ്പൊ പിന്നെ അവർക്കൊരു സഹായത്തിനായിട്ട് ഞാൻ കൂടെ നിൽക്കുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? അയാൾ നിന്നെ മുതലെടുക്കുന്നതാ. നീ അതെന്താ മനസ്സിലാക്കാത്തെ? അയാൾക്ക് വേണ്ടിയിട്ട് വെട്ടിനും കുത്തിനും ഒരാളെ വേണം. അതിനായിട്ടാ നിന്നെ അയാൾ കൂടെ നിർത്തിയിരിക്കുന്നെ. ഇനിയെങ്കിലും വിക്രം, നീ അതൊന്ന് മനസ്സിലാക്ക്. ശ്രീനി സാറിനെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാല് എനിക്ക് വേദേ ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ പോവാ. നിക്ക് വിക്രം, ഞാൻ പറയട്ടെ. നിനക്കായിട്ട് ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നീ തന്നെ അങ്ങ് കഴിച്ചാ മതി. എനിക്കൊന്നും വേണ്ട, മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നു. ഛേ, ദേഷ്യപ്പെടുന്ന രീതിയില് ഒന്നും പറയണ്ടായിരുന്നു. ഇന്ന് വിക്രമിന് ഇഷ്ടപ്പെട്ട ഇലയുടെ ഉണ്ടാക്കി വെച്ചതാ. അതും യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടിപ്പോ അതവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. കഷ്ടായിപ്പോയി. എല്ലാം എന്റെ തെറ്റാ. വന്നപ്പോഴേ ഞാൻ ഇത് പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാത്രി വരുമ്പോ സോപ്പിട്ട് കൊടുക്കാം എന്നും പറഞ്ഞ് വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. എന്നാ വേദയും വിക്രവും സംസാരിക്കുന്നത് നന്ദിനി ഇങ്ങനെ ഒളിഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. നന്ദിനി പെട്ടെന്ന് അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. അവിടെ നിക്ക് നന്ദിനി ഏട്ടത്തി, അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന ഒക്കെ കേട്ടു അല്ലേ? ഞാൻ എന്തിനാ നീ സംസാരിക്കുന്ന കേൾക്കുന്നേ? കള്ളം പറയണ്ട. നന്ദിനി ഏട്ടത്തി എല്ലാം കേട്ടു എന്നേ എനിക്ക് മനസ്സിലായി. അതിനിപ്പോ നിങ്ങൾ ഇത്രയും വലിയ രഹസ്യം പറഞ്ഞിരുന്നേ? അവനെ പഠിപ്പിച്ച് ഒരു കളക്ടറാക്കാനുള്ള ഉദ്ദേശാണോ നിനക്ക്? അതെ, അത് തന്നെയാ. ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാം ഒളിഞ്ഞു കേട്ടു എന്ന്? എന്താ എന്റെ ഏട്ടത്തി, ഭാര്യയും ഭർത്താവുമ്പോ എന്തൊക്കെ സംസാരിക്കും, അതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പറ്റോ? എടി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീയാ എനിക്ക് അനിയൻ. അവൻ അങ്ങനെയല്ല. എന്റെ അനിയനാ, എന്റെ ഭർത്താവിന്റെ അനിയൻ, എന്റെ സ്വന്തം അനിയനെ പോലെ. അവനെന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോന്ന് എനിക്കൊന്ന് നോക്കണ്ടേ? എന്താപത്ത്? നീ വന്നു കയറിയ മുതല് ഇവിടെ ആപത്ത് തന്നെയല്ലേ? എന്താ നന്ദിനി, എന്താ പ്രശ്നം? രണ്ടാളും തമ്മില് കണ്ട അടിപിടിയാണല്ലോ. എന്താ കാര്യം എന്ന് ശ്രീജ വന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ശ്രീജേടത്തി, ഈ നന്ദിനി അടുത്ത് എന്തൊക്കെയോ പറഞ്ഞോണ്ട് നിൽക്ക. തലയിൽ നല്ല നെല്ലിക്ക തളം വെക്കാറായെന്നാ എനിക്ക് തോന്നുന്നേ. എടി, നീ വെറുതെ. നന്ദിനി, നീ നിന്റെ പാട് നോക്കി പോയേ. എപ്പോഴും വഴക്കിടാനായിട്ട്. നീ എന്താ കൊച്ചുകുട്ടിയാ? രണ്ടെണ്ണം കണക്കാ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. നന്ദിനി അങ്ങനെ അവിടെ നിന്ന് പോവാ. പോയിട്ട് വീണ്ടും തിരികെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീജേടത്തിക്ക് ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനേ പറ്റൂ. അതെനിക്കറിയാം. ഓ, ഇവള് വലിയ കോടീശ്വരിയാണല്ലോ, വലിയ വീട്ടിലെ പെണ്ണ്. അതുകൊണ്ട് ഏടത്തി അവളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലേ? ദേ നന്ദിനി, ചുമ്മാ നീ അതും ഇതും പറയല്ലേ. അവളും നീയും ഒക്കെ എനിക്ക് ഒരുപോലെയാ. എന്റെ അനിയന്മാരുടെ ഭാര്യ.
അതുകൊണ്ട് എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ പ്രവൃത്തിയിലും. നീ ഒരു കാര്യം ചെയ്യ, നീ അടുക്കളയിലോട്ട് വാ, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അയ്യോ ഏട്ടത്തി, എനിക്കിപ്പോ നല്ല തണ്ടൽ വേദനയാ. കുറെ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചു നേരം ഇരിക്കണം. എന്നാ ഇരുന്നാലോ അപ്പൊ തോന്നും കിടക്കാൻ. എന്നാ കുറെ നേരം കിടക്കാനും പറ്റില്ല, അത്രയും വേദനയാ. ഞാൻ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ ഏട്ടത്തി. എന്തെങ്കിലുമൊക്കെ ചെയ്യ എന്നും പറഞ്ഞ് ശ്രീജ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. സഹായത്തിനായിട്ട് വേദയും ചെല്ലുന്നുണ്ട്. വേദ അങ്ങനെ ഉണ്ടാക്കി ഇലയട കൊണ്ടുവന്ന് ശ്രീജേട്ടത്തിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഏട്ടത്തി, ഇത് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. ഞാനേ വിക്രമിനുണ്ടാക്കിയതാ. അവനാണെങ്കിൽ എന്നോട് വഴക്കിട്ട് കഴിക്കാതെ പുറത്തോട്ട് പോയി. ഇനിയിപ്പോ ഏട്ടത്തി കഴിച്ച് അഭിപ്രായം പറ. ഓഹോ, അപ്പോ വിക്രമിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, ഇത് കണ്ടോ, വിക്രമിനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഇലയടയാ. അമ്മയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് മധുരവും നല്ല പ്രത്യേക ടേസ്റ്റാ. അങ്ങനെ കമലയും കഴിച്ചു നോക്കുന്നുണ്ട്. കൊള്ളാല മോളെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് വിക്രം എവിടെ? അവനെടുത്ത് കൊടുക്ക്. എന്നോട് വഴക്കിട്ട് പോയമ്മേ. ഇനിയിപ്പോ രാത്രി വരുമ്പോ ഞാൻ കൊടുത്തോളാം. മോളെ, ഇപ്പോ അവന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റവും ഉണ്ടോ? എവിടെ മാറ്റം? ഞാൻ ഇന്നും പറഞ്ഞു എന്തെങ്കിലും ജോലിയൊക്കെ നോക്കാൻ, തുടർന്ന് പഠിക്കാനൊക്കെ പറഞ്ഞേന് വഴക്കിട്ട് പോയതാ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അപ്പോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ആ ശ്രീനിയെ കുറിച്ചാ. അതുകൊണ്ട് എനിക്കിപ്പോ പറയണമെന്ന് തന്നെ ഇല്ല. മോളെ, ഇത്രയൊക്കെ അവൻ മാറിയില്ലേ? ഇനിയിപ്പോ മോള് പറയുന്ന പോലെ തന്നെ കേൾക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. നീയും അവനും കീരിയും പാമ്പുമായിരുന്നില്ലേ? നിന്നെ കണ്ട അപ്പ അവന് കലി കയറുമായിരുന്നു. എന്നാ ഇപ്പൊ നീ എന്ന് വെച്ചാലേ അവന് ജീവനാ. അതൊക്കെ ചുമ്മാതാ അമ്മേ. അവൻ അങ്ങനെയൊന്നും അല്ല. അത് നിനക്ക് തോന്നുന്നതാ. നിന്നെ അവന് ഒരുപാട് ഇഷ്ടമാണെന്ന് അവന്റെ സംസാരത്തിലും നോട്ടത്തിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതമ്മേ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. വിക്രമാണെങ്കിൽ വേദിയോട് ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയൊക്കെ ഉണ്ട്. മോളെ, ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അവന്റെ സ്വഭാവം നന്നാവുമെന്നാ എനിക്ക് തോന്നുന്നേ. അവന്റെ ഈ കൂട്ടുകെട്ടും ഒക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാ പിന്നെ അവനെപ്പോലൊരു നല്ല പയ്യൻ ഈ ലോകത്തുണ്ടാവില്ല. അവനെക്കുറിച്ച് നിനക്ക് നേരം പോലെ അറിയാത്ത കാരണാ പണ്ടവൻ എത്ര നല്ല കുട്ടിയാണെന്ന് നിനക്കറിയോ? ആ നല്ല പയ്യനാ ഇപ്പൊ ഇങ്ങനെയായി മാറിയത്. ഇനി മോളായിട്ട് വേണം അതൊക്കെ തിരുത്താനായിട്ട്. മോളെ, ഇന്ന് വൈകിട്ട് ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. മോള് എന്റെ കൂടെ പോര്. ശ്രീചേട്ടത്തില്ലേ? ഞാനില്ല മോളെ. ഞാനിന്ന് രാവിലെ ഒന്ന് പോയി തൊഴുതതാ. ഇനിയിപ്പോ വൈകിട്ട് ഞാനില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിക്രമിനെ കൂടെ വിളിക്കാം. നമുക്ക് ഈ പാടത്തൂടെ അങ്ങ് നടന്നു പോവാം. അത് നല്ല രസമല്ലേ? വിക്രമിനെ വിളിക്കാനോ? വിക്രം അമ്പലത്തോട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനെ അമ്പലത്ത് വന്ന കാലം മറന്നു. എന്തായാലും നീ വിളിച്ചിട്ട് നിരാശപ്പെടണ്ട. അതൊന്നും അല്ല, വിക്രമിനെ ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് വിളിച്ചാ എന്റെ കൂടെ വരും, അത് ഉറപ്പാ. എന്നാ ഒന്ന് കാണട്ടെ. നീ വിളിച്ചാ നിന്റെ വിക്രം അമ്പലത്തിലോട്ട് വരുമെന്ന് എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. നോക്കിക്കോ ശ്രീജേട്ടത്തി, ഉറപ്പായിട്ടും ഇന്ന് വിക്രമിനെ കൂട്ടി അമ്മയുടെ കൈയും പിടിച്ചായിരിക്കും ഞാനിന്ന് അമ്പലത്തിലോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോ എന്നോട് വഴക്കിട്ട് പോയതല്ലേ, ഇനി എന്നോട് മിണ്ടില്ലേ? എന്തോന്നും മിണ്ടാൻ നിൽക്കുന്നേ? ഞാൻ എന്തിനാ നിന്നോട് വിശേഷമൊക്കെ പറയുന്നേ? ഇപ്പൊ 10 മിനിറ്റ് മുൻപേ അല്ലേ ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പൊ നിനക്ക് എന്നോട് വിശേഷം ചോദിച്ചുകൂടായിരുന്നോ? ഇപ്പൊ ഫോൺ ചെയ്തിട്ട് തന്നെ ചോദിക്കണോ? എപ്പോ ചോദിച്ചാൽ എന്താ വിക്രോ? ഞാനൊരു കാര്യം പറയട്ടെ. നീയേ ഇന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ വരുമോ? എന്താ കാര്യം? നേരത്തെ വരുമോ? ആ പറ, എന്താ കാര്യം? എനിക്കൊന്ന് അമ്പലത്തിൽ പോവാനാ. ഒന്ന് വരുമോ? അമ്പലത്തിനുള്ളിലോട്ടൊന്നും ഞാൻ വരില്ല. വേണമെങ്കിൽ അമ്പലത്തിലോട്ട് ആക്കിത്തരാം. വേണ്ട വേണ്ട, വണ്ടിയിലൊന്നും പോവണ്ട. നമുക്ക് നടന്നു പോയാൽ മതി. അമ്മയും ഉണ്ട്. അപ്പൊ നമുക്ക് 3 പേർക്ക് നടന്നു പോവാം. അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. ഞാൻ എന്തായാലും വരില്ല. ഞാൻ ബെറ്റ് വെച്ചതാ നീ അമ്പലത്തിലോട്ട് വരുമെന്ന്. എന്നിട്ടിപ്പോ വന്നില്ലെങ്കിൽ അതെനിക്ക് നാണക്കേടാ. ഉറപ്പായിട്ടും നീ ഇന്ന് വന്നില്ലെങ്കിൽ നീയുമായിട്ട് എല്ലാ ബന്ധവും ഞാനങ്ങ് കട്ട് ചെയ്യും. പിന്നെ സംസാരിക്കാനാണ് എന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഇനിയും എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ബാഗും എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും. ആഹാ, എന്നാ അത് തന്നെ നടക്കട്ടെ. ബാഗും എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ഞാൻ വരാനൊന്നും പോകുന്നില്ല. ശരി, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ. ശരി, ഗുഡ് ബൈ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇവളിനി ദേഷ്യപ്പെട്ട് വീട്ടിലോട്ടെങ്ങാനും പോവോ? വിളിച്ച് പറഞ്ഞേക്കാം വരുമെന്ന്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്. ശരി, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. വേദിയെ പിരിഞ്ഞു നിൽക്കാനൊന്നും വിക്രമിന് ഇനി കഴിയില്ല. അതുകൊണ്ടാണ്
വിക്രം കുറച്ച് അഴഞ്ഞൊക്കെ കൊടുക്കുന്നത്. നാളെ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. ടാറ്റാ.